പുൽപ്പള്ളിയിൽ സ്കൂൾ വരാന്തയിൽ 1 വയസ്സ് മാത്രം പ്രായമുള്ള ആനക്കുട്ടി കൂട്ടം തെറ്റി വന്ന് പെട്ടതാണ്. ആനക്കുട്ടിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനക്കൂട്ടത്തിനിടയിലേക്ക് കയറ്റിവിടാനാണ് ശ്രമം നടന്നുവരുന്നത്. കൊഴിഞ്ഞമ്പാറയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി നഫീസത്ത് മിസ്രിയ എന്ന കുട്ടി ബസ് ഇടിച്ച് മരണപ്പെട്ടു. പിതാവിന്റെ കൂടെ ബൈക്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നഫീസത്ത് മിസ്രിയ പഠിക്കുന്നത്. ബൈക്കിൽ നിന്ന് റോഡിലേക്ക് വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ഇസാഫ് ബാങ്ക് ശാഖ കൊള്ളയടിച്ച് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. റൈസിംഗ് എന്ന ജബൽപൂർ സ്വദേശിയാണ് കൊള്ള ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. കൊള്ള നടന്ന ഇസാഫ് ബാങ്കിന് സമീപം വീട് വാടകയ്ക്കെടുത്താണ് ഇയാൾ കൊള്ള ആസൂത്രണം ചെയ്തത്. മുൻപ് ജയിലിലായിരുന്ന പ്രതി അടുത്തിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പ്രതികളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് 30,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ജബൽപൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ഗിറ്റോളയിൽ ഇസാഫ് സ്മോൾ ഫിനാൻസ് ശാഖയിലാണ് കവർച്ച നടന്നത്. വേടനിൽ നിന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തി 2 യുവതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്നാണ് സൂചന. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ DGPക്ക് ഇന്ന് കൈമാറുമെന്നാണ് വിവരം. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. അതിനിടയിലാണ് പുതിയ പരാതി എത്തിയത്. മുൻപുള്ള കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ത്യ സഖ്യം യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. ഇന്നലത്തെ പത്രസമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. BJP വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. രാഹുൽ വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ചിലതിന് മാത്രമാണ് കമ്മീഷൻ ഉത്തരം നൽകിയത്. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ പരിഗണിക്കവേ 150 രൂപ നൽകി എന്തിനാണ് ഈ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് സുപ്രീം കോടതി. പാലിയേക്കര ടോൾ പ്ലാസയിൽ 4 ആഴ്ചത്തേക്ക് പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരായിരുന്നു ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും അപ്പീൽ നൽകിയത്. മുമ്പ് വാദം കേൾക്കവേ ഇത്രയും മോശമായ റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിക്കാനാകുക എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. റോഡിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നോ എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. റോഡിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്, അതിന്റെ പ്രധാന പ്രശ്നമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞത്. 12 മണിക്കൂർ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഗതാഗത തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കരാറുകാരോ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു.